എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സരസ്വതി സരയുവിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനലൊക്കെ കാണുന്നുണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. അത് നിങ്ങൾ പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സാധാരണ കൊച്ചു വീഡിയോ അല്ല, സ്പെഷ്യലായിട്ടൊന്നുമില്ല, ആസ് യൂഷ്വൽ പാചകം മാത്രം. ഇന്ന് അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കൊണ്ടുപോകുന്നു. വരൂ, നമുക്കിന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഒരു തീയൽ, ചെറിയുള്ളിയും പച്ചമുളകും മാത്രം കൊണ്ടൊരു ഉള്ളിത്തീയലാണ് വയ്ക്കുന്നത്. പിന്നെ രണ്ടാമത് ഉള്ളത് പഴുത്ത പപ്പാളങ്ങ, ഒരുപാട് പഴുത്തതല്ല, ഒരു പാകത്തിന് പഴുത്ത പപ്പാളങ്ങ കൊണ്ടുള്ള ഒരു പുളിശ്ശേരി. അപ്പോൾ പഴുത്ത പപ്പാളങ്ങ പുളിശ്ശേരി, ഉള്ളി മാത്രം കൊണ്ടുള്ള, കൊച്ചുള്ളി മാത്രം കൊണ്ടുള്ള തീയലുമാണ് ഇന്ന് നമ്മൾ വയ്ക്കുന്നത്. പിന്നെ അന്നത്തെ പോലെ അച്ചാറും പപ്പടം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ തീയൽ എങ്ങനെയാണ് വയ്ക്കുന്നത് ഞാൻ പറയാം. നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിലും ചെറിയ ഉള്ളി, ഒരു ഗ്ലാസ് ഉള്ളി, വലിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉള്ളി എടുത്തിട്ട് അതിനെ ഒരു 100 ഗ്രാം അത്രയും മതി, ഞങ്ങൾക്ക് മതി. ഓരോ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. അപ്പം ചെറിയ ഉള്ളി തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയിട്ട് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഇന്ന് ഞാൻ ചെയ്തതാണ് പറയുന്നത്. സാധാരണഗതി ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയുള്ളി പച്ചമുളകും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞൊഴിച്ച് ഉപ്പുമിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുന്നത്. വഴറ്റിയതിന് ആ പുളിവെള്ളത്തിൽ ഉപ്പും കൂടെയുള്ള വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ അതിന് നമ്മൾ നാളികേരം പൊടിയായിട്ട് അരിഞ്ഞ കുറച്ച് ഉണങ്ങിയ നാളികേരമാണ് നല്ലത്. അതിന് ഒരു പിടി മല്ലി, നമ്മുടെ എരിവിനനുസരിച്ച് ഒരു 6-7 വറ്റൽമുളക്, കറിവേപ്പില, വേണമെങ്കിൽ ഒരു ഉള്ളി ആകാം, ചെറിയുള്ളി. ഇതെല്ലാം കൂടെ നന്നായിട്ട് നല്ല ബ്രൗൺ നിറത്തിൽ, എന്ന് വെച്ചാൽ കരിയരുത്, ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വറുക്കണം. ഇത് ക്രിസ്പിയായിട്ട് വറുത്തെടുക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ ഇത് അമ്മിക്കല്ലിലിട്ട് ഇങ്ങനെ അരച്ചരച്ച് ഇങ്ങനെ അതിൻ്റെ മുമ്പിലേക്ക് വെളിച്ചെണ്ണ തെളിയും വന്ന് അമ്മയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. തുള്ളി വെള്ളം തൊട്ടില്ല, വെളിച്ചെണ്ണ ഇങ്ങനെ കിനിഞ്ഞ് വരും. എന്നിട്ട് അത് ഈ വെന്ത് കിടക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇല്ലേ, അതിലേക്ക് കലക്കി ഉപ്പും ഒക്കെ പാകം നോക്കിയിട്ട്, ഒരുപാട് വെള്ളമാകരുത്, ഒരുപാട് കുറുകിയുമല്ല, അങ്ങനെ വേണം. എന്നിട്ട് അതിന് നമ്മൾ കടുക് പൊട്ടിച്ച്, ഉള്ളി, കറിവേപ്പില, വറ്റൽമുളകും കടുകും കൂടെ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കണം. അതൊരു തരം. ഇന്ന് ഞാൻ വെച്ച തീയൽ അങ്ങനെയൊന്നുമല്ല. ഉള്ളിയും പച്ചമുളകും വഴറ്റിയിട്ടേ ഇല്ല. ഉള്ളിയും പച്ചമുളകും വഴറ്റി സമയമെടുത്ത് വയ്ക്കുന്ന തീയലിന് നല്ല ടേസ്റ്റാണ്. ഇന്ന് ഞാൻ ഒരു തട്ടിക്കൂട്ട് തീയലാണ്. അതായത് ചെറിയുള്ളി പച്ചമുളകും ഉപ്പും വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒരു പിടി കറിവേപ്പില ഊരിയിട്ട് അടുപ്പത്ത് വെക്കണം, മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട്. എന്നിട്ട് അത് നല്ലോണം വേകുമ്പോൾ അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് തേങ്ങായും മുളകും മല്ലിയും കറിവേപ്പില എല്ലാം കൂടെ വറുത്ത്, ഇപ്പോൾ അമ്മിക്കല്ലൊന്നും അല്ലല്ലോ, അപ്പോൾ മിക്സിയിൽ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഒരു ലേശം അത് അരയാനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് ഇതിലേക്ക് കലക്കി കടുക് വറക്കണം. അങ്ങനെയാണ് ഇന്ന് ചെയ്തത്. അങ്ങനെ ചെയ്ത തീയലാണ് ഇത്. എളുപ്പത്തിലൊരു തീയൽ. സൂപ്പർ. ഇതാണ് ഉള്ളിത്തീയൽ. ഉള്ളി കടുക് വറക്കാം, ഉള്ളി വഴറ്റാതെ ചെയ്ത ഒരു തീയലാണിത്, എളുപ്പത്തിന്. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും
ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്ത് വെച്ച് ഒരു 2-3 തിള തിളയ്ക്കുമ്പോൾ അത് വേകുന്നുണ്ടെങ്കിൽ മുളകും മല്ലിയും നാളികേരം എല്ലാം കൂടെ വറുത്ത് അരച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ച് നല്ലോണം ഒന്നുകൂടെ തിളപ്പിക്കണം. അതിനുശേഷം അരവിനകത്ത് ചേർത്ത് കലക്കി അരപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കരുത്. അതിനുശേഷം കടുക് താളിച്ചു, കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയുള്ളിയും കടുകും എല്ലാം ഇട്ട് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു. അതാണ് ഈ തീയൽ. ഇതാ വെള്ളം അധികം ആകാൻ പാടില്ല, കണ്ടോ? ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം, കണ്ടോ? അതാണ് ഈ തീയൽ. ഇനി അടുത്തത് പപ്പാളങ്ങ. പഴുത്ത പപ്പാളങ്ങ, ഒരുപാട് പഴുക്കാത്തത്. ഒരുപാട് പഴുത്താൽ അത് പച്ചടിക്കാണ് നല്ലത്. ഇത് പപ്പാളങ്ങ സാമാന്യ പഴുത്ത പപ്പാളങ്ങ കൊണ്ടുള്ള ഒരു പുളിശ്ശേരി. അതായത് പപ്പാളങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് തോരി എത്തിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതിലേക്ക് 2 പച്ചമുളകും ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് അത് നല്ലോണം ഒരു 4 തിള തിളയ്ക്കണം. എന്നാലേ അത് വേവുള്ളൂ. ഒരുപാട് പഴുത്തല്ലല്ലോ. അത് വേകുന്നിടം വരെ അത് വേവിക്കുക. അതിനുശേഷം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു 1/2 ഗ്ലാസ് തൈരിലാണ് ഇത് വേവിക്കുന്നത്. പഴുത്ത പപ്പാളങ്ങയല്ല, ഈ തൈരും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആകും. അതിനാണ് ആ പഴുത്ത പപ്പാളങ്ങയിലേക്ക് ഈ തൈര് പിടിക്കുമ്പോൾ ആ മധുരവും പുളിപ്പല്ല നല്ലതാണ്. നിങ്ങൾക്ക് തോന്നും തൈര് ഒഴിച്ചാൽ പിരിയുകയില്ലെന്ന്. പിരിയില്ല. തൈരൊന്ന് അടിച്ചിട്ടാണ് ഒഴിക്കുന്നത്. തൈര് അങ്ങനെ കട്ടതയില്ല, തൈരൊന്ന് അടിച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ പഴുത്ത പപ്പാളങ്ങ, സാമാന്യം പഴുത്ത പപ്പാളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കുറച്ച് മോരും കൂടെ അതിലേക്ക് ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നല്ലോണം വേവിക്കണം. വെന്തുടയരുത്. എന്നിട്ട് നമ്മൾ നാളികേരം ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് എല്ലാം മുളക് പൊടി ഇത്തിരി ഒരു നുള്ളായിടുന്നു കേട്ടോ. എന്നിട്ട് നാളികേരവും ജീരകവും 1 കപ്പ് തൈരും കൂടെ ഒഴിച്ച് ആ തൈരിലാണ് നാളികേരം അരയ്ക്കുന്നത്. നാളികേരവും ജീരകവും കൂടെ തൈരിൽ അരച്ച് നന്നായിട്ട് അരയണം. അരച്ച് ഈ പഴുത്ത പപ്പാളങ്ങയിലേക്ക് ചേർക്കുക. പാകത്തിന് ചേർത്തിട്ട് നമ്മൾ അത് ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് പഴുത്ത പപ്പാളങ്ങ കണ്ടോ, ഇതാണ്. എന്നിട്ടിത് നമ്മൾ സൂപ്പർ കടുക് താളിക്കുക. ഇതിന് ഉലുവയും കൂടെ ചേർക്കണം. ഇതിലിത്തിരി ഉലുവാപ്പൊടി ഇടണം. അതിനുശേഷം മുളകും വറ്റൽമുളകും കടുകും ഉലുവയും കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ചിട്ട് അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ഇടണം. അപ്പോൾ ഇതിന് കളറ് കിട്ടുവാനാ ആ കടുക് താളിക്കുന്നതിലേക്ക്. എന്നിട്ട് ഇതിലേക്ക് അതിനെ ഒഴിക്കുക. അടുപ്പ് ഓഫാക്കി വെച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ ഇത് തിളയ്ക്കാൻ പാടില്ല. തൈരൊഴിക്കുന്ന ഒരു കറിയും തിളയ്ക്കരുത്, തിളച്ചാൽ പിരിഞ്ഞു പോകും. അങ്ങനെ എടുത്തിരിക്കുന്നതാണ് ഈ പുളിശ്ശേരി, പപ്പാളങ്ങ പുളിശ്ശേരി, പഴുത്ത പപ്പാളങ്ങ കൊണ്ടുള്ള പുളിശ്ശേരി. അപ്പോൾ പഴുത്ത പപ്പാളങ്ങ കൊണ്ടുള്ള പുളിശ്ശേരി, തീയൽ, ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കൂട്ടാൻ.
ഈ കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സുഖവും സമാധാനവും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. നിങ്ങൾക്കെല്ലാവർക്കും സുഖവും സമാധാനവും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ലോകത്തിൽ നന്മകൾ ലഭിക്കട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്നാണ്. അപ്പോൾ ഇന്ന് 2 വിഭവങ്ങളാണ്. ഒന്ന് കുഞ്ഞുള്ളി കൊണ്ടുള്ള തീയലും, രണ്ടാമത്തെ കൂട്ടാൻ പപ്പാളങ്ങ, പഴുത്ത പപ്പാളങ്ങ കൊണ്ടുള്ള പുളിശ്ശേരിയുമാണ്. നല്ല 2 കൂട്ടാനാണ് കേട്ടോ. സിമ്പിളാണ്. ഇത് രണ്ടും ഞാൻ വഴറ്റാതൊക്കെയാണ്. തീയലാണെങ്കിൽ വഴറ്റാതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ തീയൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കൂട്ടാൻ തോന്നും. അതാണ് തീയൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് നിങ്ങളുടെ ഇഷ്ടം രേഖപ്പെടുത്തണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ സരസ്വതി ടീച്ചർ. സരസ്വതി സരയു. ഇന്നത്തെ തീയലും പപ്പാളങ്ങ പുളിശ്ശേരിയും എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ ലൈക്കും കമൻറ്റും ഇടണം. പുതിയ സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ, എന്നെ അറിയുന്നവരൊന്നും അല്ലല്ലോ, ഒരുപാട് പേര് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതിലൊത്തിരി സന്തോഷമുണ്ട്. ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.